നൈമേ, നിനക്ക് ഇത്രത്തോളം വലിയൊരു സ്നേഹബന്ധമുണ്ട് എന്നുള്ളത് ഞങ്ങൾ പോലും അറിഞ്ഞിരുന്നില്ല. അവസാനമായി നിന്നെ ഒന്ന് കാണാൻ വേണ്ടി നേരം ഇരുട്ടിയിട്ടും ഒരുപാട് പേർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ നിനക്ക് പോലും അറിയാത്ത ചില മുഖങ്ങൾ. അതിൽ ഉസ്താദുമാരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്. അതെ, നിന്റെ മദ്ഹ് കേട്ട് നിന്റെ മുഹിബ്ബീങ്ങളായിട്ടുള്ള ഒരുപാട് പേർ. അവസാന മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി നിന്നെ ഖബറിന്റെ അടുക്കലേക്ക് വെച്ചപ്പോ ഞങ്ങള് നിന്റെ സുഹൃത്തുക്കള് ഒരുപാട് വിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്. മനസ്സൊന്നാകെ ശൂന്യമാകുന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങളൊക്കെ. ഇനി ഞങ്ങൾക്ക് പാട്ടുപാടി തരാന് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചു തരുന്നുള്ള നിന്റെ കൂടെയുള്ള യാത്രകള്, അങ്ങനെ ഒരുപാട് മുറിവേറ്റ ഓർമ്മകള്. ഇതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് ആ ഖബറിന് ചുറ്റും നിന്നിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചു പോയി. പക്ഷേ ഹൃദയത്തിൽ ആളിക്കത്തുന്ന വേദനകളെ തണുപ്പിക്കുന്ന ചില കാഴ്ചകളും നൈമേ നിന്റെ മരണത്തിന്റെ ദിവസം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. എല്ലാവർക്കും നിന്നെ കുറിച്ച് പറയാനുള്ളത് നല്ലതു മാത്രമാണ്. അവൻ നല്ലൊരു കൂട്ടുകാരനായിരുന്നു, നല്ല റസൂലിന്റെ മാദിഹായിരുന്നു, നല്ല ഖത്തീബായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല വാചകങ്ങള് നൈമേ നമ്മൾ കിതാബിൽ പഠിച്ചിട്ടില്ലേ? ഒരാൾ മരണപ്പെട്ടാല് അയാളെ കുറിച്ച് ആളുകൾ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അത് ആ മയ്യത്തിന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നു. നമ്മൾ ഒരുമിച്ചല്ലടാ പഠിച്ചേ. ശരിക്കും അതേപോലെയായിരുന്നു ഞങ്ങൾക്ക് നീ മരണപ്പെട്ടപ്പോ തോന്നിയത്. എല്ലാവർക്കും നിന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. നീ സ്വർഗത്തിലേക്ക് കടക്കും ഇൻഷാ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ നൈമിന് നീ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കണം പഠിച്ചോനെ. ആമീൻ. നൈമേ, നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാ ഫൈസി സനത് വാങ്ങുന്നത്? സ്വപ്ന സാഫല്യമായ ഫൈസി സനതും തുന്നിവെച്ച കറുത്ത കോട്ടും ഇവിടെ വെച്ച് വെള്ള പുതച്ച് കഫൻ പുടവയിൽ അണിഞ്ഞൊരുങ്ങി നീ സ്വർഗീയ ലോകത്തിലേക്ക് പെട്ടെന്ന് പോകുമ്പോ ഞങ്ങൾക്കതെങ്ങനെ താങ്ങാൻ പറ്റും? ഇല്ലടാ, സാരല്ല, ഇതിലും പഠിച്ചോണ്ട് ഹയറുണ്ടാവും. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പിരിഞ്ഞു വരേണ്ടവരാണല്ലോ. ക്ഷമയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് നിന്റെ മരണം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. നൈമേ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജുനൈദ് ഇപ്പോഴും ഐസിയുവിലാണ്. അവനൊന്നും അറിയുന്നില്ല. നീ പോയതും വിട ചൊല്ലിയതും ഒന്നും അറിയാതെ അവൻ അവിടെ കിടക്കുന്നുണ്ട്. പരിപൂർണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാന് ഞങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. നൈമേ, നീ സ്വർഗലോകത്ത് റബ്ബിനോടൊന്ന് പറയണേ, അവന്റെ രോഗം ഒന്ന് ശിഫയാക്കി തരാൻ വേണ്ടി. എന്താണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാത്ത അവസ്ഥയാണ്. എല്ലാം റബ്ബിലേക്ക് തവക്കുലാക്കുന്നു. തവക്കൽതു അലല്ലാഹ്. നൈമേ, വേദനയില്ലാത്ത ലോകത്ത് ഇനി നീ ഉറങ്ങിക്കോ. നിനക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലാനും ഖുർആൻ പാരായണം ചെയ്യാനും ഇവിടെ എല്ലാവരും മത്സരിക്കുകയാണ്. പണ്ഡിതന്മാരും നേതാക്കന്മാരും തങ്ങന്മാരും എല്ലാവരും നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. കല്യാണം ഉറപ്പിച്ചു പോയതാണല്ലോ നീ. ഇൻഷാ അല്ലാഹ് സ്വർഗത്തില് ഹൂറുല്യങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് നിന്റെ മണവാട്ടികളാകാൻ. ഹാഫിലീങ്ങൾക്ക് ലഭിക്കുന്ന അപൂർവ ഇനം സൗഭാഗ്യങ്ങളുമായി സ്വർഗലോകവും നിന്നെ മാടി വിളിക്കുന്നുണ്ട്. സ്വർഗീയ ലോകത്തില് അംലാക്കുകളുടെ